കോട്ടയത്ത് വേനൽ മഴയിൽ ദുരിതത്തിലായി നെൽകർഷകർ. കിഴിവിന്റെ പേരിൽ മില്ലുടമകൾ നെല്ല് സംഭരിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതിനിടെയാണ് പ്രതിസന്ധിയായി വേനൽമഴ എത്തിയത്. സംഭരിക്കാതെ പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ട നെല്ല് കരയിലേക്ക് മാറ്റിത്തുടങ്ങി. 65 ഏക്കറോളം കൊയ്ത്തു കഴിഞ്ഞ നാട്ടകം ഗ്രാവു പെരുന്നിലം പാടശേഖരത്തിലെ കർഷകർ ദുരിതങ്ങൾ മീഡിയ വണ്ണുമായി പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസം മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മുട്ടറ്റം വെള്ളമുണ്ട്. അതായത് കരഭാഗത്താണ് ഞങ്ങൾ നെല്ല് കൊണ്ടുവന്ന് ഇറക്കിയത്. കഴിയുന്നതും വേഗം അതായത് അതിൻ്റെ അധികാരികൾ ഭംഗിയായിട്ട് സഹകരിച്ചിരുന്നെങ്കിൽ ഈ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഈ കെട്ടുമഴയൊന്നും ഇതിനകത്ത് വരികയില്ലായിരുന്നു. ഈ അടിച്ചിട്ട നെല്ലിനകത്ത് മുഴുക്കയും വെള്ളമായി. അത് കറണ്ട് പോയ കാരണം പമ്പിങ് നടക്കുന്നില്ല. 3 മോട്ടറുണ്ട്. 3 മോട്ടറും ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുക. കറണ്ടില്ല. എന്ത് ചെയ്യും? മില്ലുകാർ വന്നിട്ട് ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. അവർക്ക് കിഴിവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. ഇത് അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഈ നെല്ലെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ജോസി ബാബു വിവരങ്ങളുമായി ചേരുന്നു. ജോസി, എന്താണ് കർഷകർ പറയുന്നത്? ജിംസ്, വേനൽ മഴ കടുത്ത ദുരിതമാണ് കോട്ടയം ജില്ലയിൽ ആകെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നെൽകർഷകരെ പലയിടത്തും നെല്ല് കൊയ്ത്തു കഴിഞ്ഞ് പാടശേഖരങ്ങളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ മഴ എത്തിയത്. നേരത്തെ തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മില്ലുടമകൾ കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടത് നെൽകർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ക്വിൻ്റലിന് 2 കിലോ കിഴിവ് ആവശ്യപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ മഴ കൂടി പെയ്ത സാഹചര്യത്തിൽ കൂടുതൽ കിഴിവ് മില്ലുടമകൾ ആവശ്യപ്പെട്ട് വലിയ സമ്മർദ്ദം കർഷകർക്ക് മേലുണ്ട്. ഇതിനിടയിലാണ് നെല്ലിൻ്റെ ഈർപ്പം കുറയ്ക്കുന്നതിനുള്ള നടപടികളുമായി മറ്റും നെൽകർഷകർ പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് കരയ്ക്ക് കയറ്റി ഉണക്കുന്നതിനുള്ള നടപടികളടക്കം ചെയ്യുന്നത്. എന്തായാലും അതിവേഗത്തിൽ നെല്ല് സംഭരണത്തിനൊരു നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നെൽകർഷകർ പറയുന്നത്. നാട്ടകം പ്രദേശത്ത് ഉൾപ്പെടുന്ന പെരുന്നിലം ഗ്രാവു പാടശേഖരങ്ങളിലെ കർഷകരുടെ ദുരിതാവസ്ഥയാണ് നമ്മൾ പങ്കുവച്ചത്. അവിടെ ഏകദേശം 65 ഏക്കറോളം കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് ഇനിയും സംഭരിക്കാനുണ്ട്. ജില്ലയിൽ മറ്റിടങ്ങളിലടക്കം തിരുവാർപ്പ് പഞ്ചായത്തിലെ അയ്മനം കുമരകം പഞ്ചായത്തുകളിലടക്കം ഇത്തരത്തിൽ പാടശേഖരങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് സംഭരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വൈദ്യുതി ബന്ധം പൂർണ്ണമായും ജില്ലയിൽ പലയിടത്തും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും അതോടൊപ്പം പാടശേഖരങ്ങളിൽ കൊയ്ത്ത് മെഷീൻ ഇറക്കുന്നതിനുമൊക്കെയും വലിയ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിയന്തര ഇടപെടലും പരിഹാരവും വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എത്രയും വേഗം അധികം കിഴിവില്ലാതെ കർഷകർക്ക് വലിയ നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കാത്ത തരത്തിൽ നെല്ല് സംഭരണം പൂർത്തിയാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. അജിംസ്, ശരി.